ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ആസ്തി മൂല്യം തിട്ടപ്പെടുത്താൻ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30,000 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടുപോയി എന്ന ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ദേവസ്വം ഭൂമിക്ക് പുറമെ സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള എല്ലാ ആസ്തികളുടെ വിവരങ്ങളും ഡിജിറ്റലൈസ് ചെയ്യും. ദേവസ്വം സെക്രട്ടറി ഡോക്ടർ MG രാജമാണിക്യത്തിനാണ് മൂല്യം കണക്കാക്കാനുള്ള ചുമതല. ജനം ബിഗ് ഇംപാക്ട്. സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ ഭൂമിക്കൊള്ള 30,000 ഏക്കറിലധികം ഭൂമിയാണ് ദേവസ്വം ബോർഡുകളുടെ പക്കൽ നിന്നും അന്യാധീനപ്പെട്ടു പോയത്. കൃത്യമായ രേഖകളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ജനം TV ഈ വാർത്ത പുറത്തുവിട്ടത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അടിയന്തര ഇടപെടലുമായി ദേവസ്വം മന്ത്രി K മുരളീധരൻ രംഗത്തെത്തിയിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡുകൾക്ക് ഒരു തുണ്ട് ഭൂമി പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി ആക്ഷൻ ഫലപ്രദമല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടും. ഇപ്പം ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, അതുപോലെ കൂടൽമാണിക്യം, ഗുരുവായൂർ ദേവസ്വം, ഇതൊക്കെയാണ് ഡയറക്റ്റായിട്ട് ദേവസ്വത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളത്. അവർക്കെല്ലാം ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്, രേഖകളും കൃത്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ 30,000-ലധികം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടും ദേവസ്വം ബോർഡുകൾ ഒരു നടപടിയും സ്വീകരിച്ചില്ല? ജനം TVയുടെ ഈ വാർത്താ പരമ്പര സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുകയാണ്. ദേവസ്വം ബോർഡുകളുടെ ആസ്തി തിട്ടപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഭൂമി കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി ഡിജിറ്റൽ രേഖയാക്കും. നിലവിലുള്ള സ്വർണം, മറ്റ് ലോഹങ്ങൾ എന്നിവയുടെ അളവ്, തൂക്കം, പഴക്കം എന്നിവ ഡിജിറ്റലൈസ് ചെയ്യും. ക്ഷേത്ര മുതലുകളിൽ സ്വർണം പൂശുന്നതിനും പൊതിയുന്നതിനും പുതിയ മാർഗരേഖ കൊണ്ടുവരും. ഭൂമി ഉൾപ്പെടെയുള്ള മുഴുവൻ ആസ്തികളുടെയും മൂല്യം കണക്കാക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ദേവസ്വം സെക്രട്ടറി ഡോക്ടർ MG രാജമാണിക്യത്തിനാണ് ഇതിൻ്റെ ചുമതല. ഓരോ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയും ആസ്തി സംബന്ധിച്ച വിശദമായ കണക്ക് ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. അതേസമയം ഏറെ വെല്ലുവിളികളാണ് ഇനി മുന്നിലുള്ളത്. മുൻപ് പല സമയത്തും ഇത്തരം ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ വലിയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്.